ഹലോ കൂട്ടുകാരെ, ഇന്നൊരു കുഞ്ഞനി ഇഡ്ഡലി ഉണ്ടാക്കി കാണിക്കാവേ. കണ്ടോ, കുഞ്ഞപ്പച്ചട്ടി, ഇഡ്ഡലി ചട്ടി ചെറുത് കണ്ടോ. അത് 10-15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വെന്തോന്ന് നോക്കണം. കണ്ടോ, ഇതുകൊണ്ട് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ കയ്യിലിൻ്റെ അറ്റത്ത് കുത്തിയിട്ട് മാവ് പറ്റിയില്ലെങ്കിൽ ശരി, ലോലിയായി എടുക്കാറായി. ഇത് കണ്ടോ, നമുക്ക് കൈക്കൽ തുണിക്ക് പകരം ഇത് ഉപയോഗിക്കാം. കൈ പൊള്ളയില. ഞാനോർത്ത് ഇത് ഉരുകൊന്നും ഇല്ല കേട്ടോ, നല്ലതാണ്. അപ്പച്ചട്ടിയൊക്കെ തുറക്കാൻ, ചൂടുപാത്രമൊക്കെ തുറക്കാൻ നല്ലതാണ് കൈക്കൽ തുണിക്ക് പകരം. ഇനി കൈവിരൽ വെച്ചിട്ട് നമുക്ക് പിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കാം. നല്ലതല്ലേ കൂട്ടുകാരെ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പൊള്ളുകയോ ഉരുകയോ ഒന്നും ഇല്ല, കൈ പൊള്ളില്ല. ഇങ്ങനെ പിടിച്ച് കൈക്കൽ തുണിക്ക് പകരം നമുക്ക് ഇത് ചൂടൊക്കെ എടുക്കാം. ഇച്ചിരി നേരം ആറിയിട്ട് വേണം ഇഡ്ഡലി തുറന്നോ ഓപ്പൺ എയറിൽ വെച്ച് ഇച്ചിരി ആറിക്കഴിഞ്ഞിട്ട് വേണം എടുക്കാനേ. ഉണ്ട്, ഇങ്ങനെ സ്പൂൺ കൊണ്ട് അരിക്കട ഇങ്ങനെ എടുക്കണം. മുത്തിന് കുഞ്ഞിറക്കിന് കുഞ്ഞി ഇഡ്ഡലി വലിയ ഇഷ്ടമാണ്, ഇഡ്ഡലി. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കൊച്ചിന് എല്ലാം കഴിക്കാൻ മടിയാണ്, അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ചോളൂ. ഉണ്ടോ, നല്ല മയമുള്ള ഇഡ്ഡലി. സാമ്പാറും കൂട്ടി അങ്ങ് കഴിക്കണം. നെയ്യ് പുരട്ടുവാണെങ്കിൽ പാത്രത്തെ പിടിക്കുകയില്ല, അല്ലെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടിയാലും മതി. കണ്ടോ, ഇച്ചിരി നേരം തുറന്ന് വെക്കണം. ആറിക്കഴിഞ്ഞ് വേണം ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് എടുക്കാൻ. അല്ല, കൊച്ചിട്ടിലി കണ്ട, കുഞ്ഞിട്ടിലി. നല്ല കൂട്ടുകാരെ, ഇത് ചൂടൊക്കെ എടുക്കാൻ നല്ലതല്ലേ, കൈക്കൽ തുണിക്ക് പകരം. കുഞ്ഞപ്പച്ചട്ടിയും ഇഡ്ഡലി പാത്രം ചെറുത്.